സമയം 8 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ ഇത്രയും ദിവസം താമസിച്ച കോട്ടേജൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇത്രയും ദിവസം താമസിച്ചിരുന്ന കോട്ടേജ്. ഈ കാറിലാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്തിരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു കിണറൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയ തോട് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. നന്നായി സൂം ചെയ്ത് കാണിച്ചതല്ലേ. ഇവിടെയായിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ നടത്താനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോയാലോ. ഇത് ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ഡ്രൈവറായിരുന്നു ഇപ്പോൾ യൂസ് ചെയ്തിരുന്നത്. ഈ നേരെ കാണുന്നത് ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ഈ സൈഡിലായിട്ട് നമുക്കൊരു ലിവിങ് റൂം ഉണ്ട്. കുട്ടികൾ അവിടെ നിന്നിട്ട് മേക്കപ്പിലാണ് കേട്ടോ. ഇവിടെ 8 കൂർഗും ഇവിടെ കാണാനുള്ള മെയിൻ വ്യൂ പോയിന്റ്സിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നല്ല കേട്ടോ അതിനുള്ളത്. ബാത്റൂം ഉണ്ട്, പക്ഷെ നമുക്ക് പുറത്തുനിന്നും കൂടി അതിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിലാണ് കേട്ടോ അവിടെ ബാത്റൂം ഉള്ളത്. ഇവിടെ ഒരു റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ളതാണ് കേട്ടോ. പുതിയ ടൈലും അതൊക്കെ കാര്യങ്ങളൊക്കെയാണ് അതിനുള്ളത്. ഇതവിടെയായിട്ടൊരു കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കിച്ചണൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ പുറത്തൊക്കെ പോയി പിന്നെ രാത്രി കിടക്കാൻ മാത്രമാണ് ഇവിടെ എത്തിയിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വർത്ത് ടു മണി ആയിരിക്കും. നമ്മൾ പകലൊക്കെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ പോവാണ്, കിടക്കാൻ മാത്രം ഒരു റൂം വേണ്ടുമെന്നുണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടത് കമ്പനി ചെയ്ത് ഞാൻ അയച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. എത്തിയിട്ടില്ല, അവിടേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. ഈ പുഴയും കൽപ്പാറയൊക്കെ കടന്ന് വേണം കേട്ടോ നമ്മളെത്താം. ഇവിടെയാണ് കുറച്ച് വിശാലമായിട്ടുള്ളൂ, പിന്നെ ഒക്കെ ഭയങ്കര ഒഴുക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വെച്ച് വീഡിയോ എടുത്തതും. അങ്ങനെ അതിസാഹസികമായി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളുകൾ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. 11:30 വരെയാണ് കേട്ടോ. രാവിലെ 8:30 മുതൽ 11:30 വരെയാണ് കേട്ടോ ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുക. പിന്നെ വൈകുന്നേരം 4:30 ഇത് ഓപ്പൺ ആക്കുന്നുള്ളൂ. അവിടെ എന്തോ ഒരു ആൾക്കൂട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താന്ന് പോയി നോക്കേ. ഇവിടുത്തെ ആനകളൊക്കെ വൈക്കോലാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചാണകം പോലെയാണ് കേട്ടോ ആനപ്പിൻ്റെ ഒക്കെ ഇരിക്കുന്നത്. ₹50 കൊടുത്ത് നമുക്ക് ഇവിടെ ആനയുടെ അനുഗ്രഹം വാങ്ങിക്കാം കേട്ടോ. ഞങ്ങൾ അങ്ങനെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണേ. മോള് കുറേ നേരമായി കാശ് നീട്ടി പിടിച്ച് നിൽക്കുന്നു കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ. ശരിക്കും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കാത്തുനിന്ന് അനുഗ്രഹമൊക്കെ കിട്ടിട്ടോ. മോൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആന തുപ്പിയെന്നായിരുന്നു കേട്ടോ മോൻ പറഞ്ഞു നടന്നിരുന്നത്.
ഞാനവിടെ മണ്ണെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ടെടുത്ത് എറിയോ? വാങ്ങിക്കും. ഒരാന കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്. ഇതാ ഈ ആനയുടെ കൊമ്പ് കണ്ടോ, എന്ത് നീളാല്ലേ. പക്ഷെ ഈ ആനയ്ക്ക് ഒരൊറ്റ കൊമ്പുള്ളൂ കേട്ടോ. ഇതെവിടെയാണ് കേട്ടോ ആനയ്ക്ക് മതപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെയാണ് കേട്ടോ അവരെന്നെ കൊടുന്ന് കളിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ആനയൊക്കെ ഉണ്ട് കേട്ടോ. ഒരാന അത് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്തുനിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അവിടെ എന്തോ തിരക്കുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കാട്ടോ എന്താ അവിടെയെന്ന്. ആന കുളിക്കുന്നതാണ് കേട്ടോ സംഭവം. ഇതവിടെ ഒരാളെ ആന കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ വിഷമത്തിലാണ് കേട്ടോ അവളെ ഇരിക്കുന്നത്. ആനയുടെ കുളിയൊക്കെ കണ്ടു കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കേട്ടോ ഈ കാഴ്ച കാണുന്നത്. രണ്ട് ആനകൾ തമ്മിൽ കൊമ്പ് കോർക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ആനക്കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിട്ടോ. ഇപ്പം നമ്മളുള്ളത് ബൃന്ദാവൻ ഗാർഡനിലാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയത് ഒരു ഹോളിഡേ ദിവസമായ കാരണം അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറുതും വലുതുമായ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ ഇതില്. ഒരുപാട് നല്ല ഭംഗിയുള്ള ഫൗണ്ടനുകൾ ഉണ്ട് കേട്ടോ അവിടെ. എൻ്റെ വീഡിയോഗ്രാഫി ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.
ഈ വെള്ളത്തിൽ ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഗാർഡനൊക്കെ കണ്ടു കഴിഞ്ഞ് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിട്ടോ. അപ്പം നമ്മൾ തിരിച്ചങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയല്ലോ കേട്ടോ നമ്മുടെ ട്രിപ്പിൻ്റെ കാഴ്ചകൾ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ 2 വീഡിയോ കാണാത്തവർ കാണാൻ മറക്കരുത്.